ഇന്ന് എല്ലാവരും കോസ്റ്റിനെ പറ്റി തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അലൈനേഴ്സിനെ പറ്റി വരുന്ന ഒരുപാട് കമന്റ്സും അതിന്റെ കോസ്റ്റിനെ പറ്റിയിട്ടാണ്. എന്താ കോസ്റ്റ് പറയാത്തെ, കോസ്റ്റ് എത്രയാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരിക്കലും ഒരു പ്രോഡക്റ്റ് അല്ല. നമുക്ക് ഇത്ര രൂപയ്ക്ക് അലൈനേഴ്സ് പ്രൊവൈഡ് ചെയ്യാം എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് കംപ്ലീറ്റ്ലി ഒരു ട്രീറ്റ്മെന്റ് പ്ലാനാണ്. ഓരോ പേഷ്യൻസിനും അത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ചിലർക്ക് ഉണ്ടാവുന്നത് പല്ലിനിടയ്ക്ക് ചെറിയ സ്പേസിംഗ് മാത്രമായിരിക്കും. നമ്മൾ ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഫ്രണ്ട് പല്ലിനിടയ്ക്ക് സ്പേസിംഗ് വരുന്ന കണ്ടീഷൻ. സോ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം എന്ന് അറിഞ്ഞ് അതിന്റെ റൂട്ട് കോസോട് കൂടി നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റിയാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്മൈൽ എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്കൊരു സ്മൈൽ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴും വീണ്ടും പഴയ രീതിയിലാവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു കമന്റ് വഴിയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് വഴിയോ ഡോക്ടർ എന്റെ പല്ലിന്റെ സ്പേസിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ പല്ല് കുറച്ചൊന്ന് പൊന്തിയിട്ടേ ഉള്ളൂ, എത്ര രൂപയാവും എന്ന് ചോദിക്കുന്നതിൽ ഒരിക്കലും ഒരർത്ഥമില്ല. സോ നമ്മുടെ പല്ലിന് എന്താണ് പ്രശ്നം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളൊരു ഡെന്റൽ വിസിറ്റ് ഉറപ്പായിട്ട് നടത്തിയിരിക്കണം. ഒരു പ്രൊഫഷണൽ ഡെന്റിസ്റ്റിന്റെ സഹായത്തോടെ ഒരു കൺസൾട്ടേഷൻ വഴി നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് അറിയാനും പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാനിങ് നടത്താനും പറ്റും. സോ ഇപ്പോൾ ഒരുപാട് ദൂരെയുള്ള പേഷ്യൻസ് ആണ്, വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ പോസിബിൾ ആണ്. സോ ഇൻട്രാ ഓറൽ എക്സ്ട്രാ ഓറൽ ഫോട്ടോഗ്രാഫ്സ് വഴി നമുക്ക് പേഷ്യന്റിന് എത്ര കോസ്റ്റ് ആവും എന്നുള്ളതിന്റെ ആവറേജ് ഡീറ്റെയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അലൈനറിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജിൽ ഒന്ന് DM ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട.